നമ്മളൊരു പരിപാടിക്ക് പോയി പുള്ളിക്കാരനെ കണ്ട് ക്രഷ് തോന്നിയെന്ന് മറ്റൊരു ഫ്രണ്ടിനോട് പറഞ്ഞു കേട്ടപ്പോ എന്തൊക്കെയായിരുന്നു ഇവിടെ പുകിരി അല്ലേ? പോടാ അവളെ കൊഞ്ചല് കേട്ട സത്യം പറഞ്ഞാൽ പിടിച്ചു വെച്ച് ഓന്നി ഇളുത്തിട്ട് കൊടുക്കാൻ തോന്നുന്നു. അമ്മാതിരി കൊഞ്ചലാണ്. അപ്പൊ ജാസ്മിനെ ഗബ്രിയുടെ ഇത് ക്രിഞ്ച് കോംബോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും. സ്വാഭാവികമായിട്ട് എനിക്കും പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ജാസ്മിനെ വന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചപ്പോൾ കുറെ പേര് പറഞ്ഞ് നിന്റെ ഫ്രണ്ടിന്റെ കോഴിത്തര അവിടെ കണ്ടില്ലേ, നീ അതിനെപ്പറ്റി ഒരു വീഡിയോ എന്താണ് നീ ചെയ്യാത്തേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും അതിനെപ്പറ്റി അങ്ങ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിലവിൽ ഇപ്പോഴത്തെ ജാസ്മിന്റെ ഗെയിം എന്ന് പറയുന്നത് വെറും ബോറാണ്. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് അതിനകത്ത് പേഴ്സണലി എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം കുറെ കാര്യങ്ങൾ എനിക്ക് ഉള്ള കാര്യം തന്നെ ഞാൻ തുറന്നു പറയുകയാണ്. എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കാണുന്ന നിങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. കാരണം ജാസ്മിൻ ഇവിടുന്ന് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ജാസ്മിൻ എന്തായിരുന്നു പറഞ്ഞത്? ആ വീഡിയോ ഒന്ന് നമുക്ക് ആദ്യം കേട്ടു നോക്കാം. ആ വീഡിയോക്കകത്ത് ജാസ്മിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ലവ് ട്രാക്കിന്റെയും കാര്യങ്ങളൊക്കെ. അതൊന്ന് കേട്ടു നോക്കാം. അതിനകത്ത് ഞാൻ ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ കണ്ടു, ജാസ്മിൻ അപ്പോൾ ഇവിടെ ഒരു ലവ് ട്രാക്ക് കാണും, ഷോപ്പർ. ഞാൻ അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത്. ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോകുന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. കാതൽ എൻ്റെ ഒരു സംഭവമല്ല. ഓക്കെ, പഠിച്ചോലി ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി ഒരു കാതൽ അങ്ങ് കാതലിക്കണം അല്ലയോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ കുറേ പേര് പറയുന്നുണ്ട് ജാസ്മിൻ ആണെങ്കിൽ അവിടെ ഡബിൾ സ്റ്റാൻഡ് ആയിരിക്കും, ജാസ്മിൻ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. 24 മണിക്കൂർ നിങ്ങൾക്ക് എന്നെ കാണാം. പിന്നെ ഇത് മൊത്തത്തിലുള്ള ഇതിൻ്റെ കളികളൊന്നും എനിക്കറിയില്ല. ഞാനായിട്ട് നിൽക്കാനാണ് പോകുന്നത്. കുറേ പേരിനോട് പറഞ്ഞു സ്ട്രാറ്റജി ഒക്കെ പ്ലാൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാനൊരു പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നുമില്ല. ഇപ്പം ജാസ്മിൻ പറഞ്ഞ ഇതാണ്, ഞാൻ അവിടെ കാതലോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെയാണ് പോണേന്ന്. നിലവിൽ ഇപ്പോഴും ജബ്രി എന്ന് പറയുന്ന ആ ഒരു കോംബോ ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ളൊരു കാര്യത്തിലൊന്നും എനിക്ക് അതിനകത്ത് ഉറപ്പ് പറയാനും പറ്റത്തില്ല. അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് എനിക്ക് അവളെല്ലാ ആമ്പിള്ളേരുടെ കൂട്ടുകാരുടെ അടുത്തും അവൾ ഇങ്ങനെയാണ്, അളിയ എന്നുള്ളൊരു വൈബ് തന്നെയാണ്. പിന്നെ ഇന്നലെ ശരണ്യയായിട്ട് ഇരുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ ശരണ്യായിട്ട് ഇരുന്ന ഒരു കോൺവെർസേഷനിൽ അവൾ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഇനി തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും പബ്ലിക്കിന്റെ അടുത്ത് വന്ന് പറയും. ഇത്രയും ക്യാമറാസ് ഉണ്ട് ഇതിന്റെ മുന്നിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. ഇനി എനിക്ക് അങ്ങനെ വല്ലതും തോന്നിയാൽ ഞാൻ ഉറപ്പായിട്ടും വന്ന് ഞാൻ അത് ചേച്ചിയെടുത്തും പറയും. പക്ഷെ നിലവിൽ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം എനിക്കില്ല, എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് അവൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി വേറെ കാര്യത്തിലോട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ നടത്തയും പോക്കും ഇരുത്തയും ഇന്നലെ കയ്യിൽ പിടിച്ച് ഉമ്മയൊക്കെ വെച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓരോ ഓഡിയൻസും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തോന്നുന്നത് എന്തുവാ, ഇവർ തമ്മിൽ എന്തോ ഉണ്ട്, എന്തോ സംതിങ് മണക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ സ്ക്രീൻ സ്പേസിന് വേണ്ടി കാണിക്കുന്ന നാറിത്തരമായിട്ടാണ് തോന്നുന്നത്. കാര്യം അതേപോലുള്ള കാര്യങ്ങളാണ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയായിട്ട് ഞാൻ 2-3 വീഡിയോസ് കാണാനായിട്ട് ഇടയായി. അതിനകത്ത് ഓരോരുത്തർ പറഞ്ഞിട്ട് രാജേട്ടനും പിന്നെ മൂപ്പനും ഒക്കെ അവരവരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് പറയുന്നു. ഈ ഒരു വിഷയത്തെ പറ്റി മൂപ്പം പറയുന്ന കുറച്ച് കാര്യമുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത്. അതൊന്ന് കേട്ടു നോക്കാം. ജാസ്മിന്റെ ഗബ്രിയുടെ ഒക്കെ വീട്ടുകാരോട് പറയാനുള്ളത്, ഇവർ ഇത് വെറും 10 ദിവസത്തിനകത്തുള്ള ഈ ഒരു സംഭവമാണ്. ഈ 2 കുട്ടികൾക്കും വളരെ നല്ല പക്വത എത്തിയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവരുടെ ഒരുപാട് ലൈഫിൽ ഒരുപാട് മുന്നോട്ട് പോകാറുണ്ട് ഞങ്ങളെയൊക്കെ പ്രായം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ അവരുടെ ഈ ഒരു പ്രായത്തിൽ അവരെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ എടുത്ത് നിരന്തരം കാണിച്ചുകൊണ്ട് അവർക്ക് ഭയങ്കരമായ ഹേറ്റഡ് പബ്ലിക്കിൽ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരുടെ ലൈഫിനെ നന്നായിട്ട് റൂയിൻ ചെയ്യാനുള്ള പരിപാടി ഇവിടെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ഒക്കെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. വരുന്ന ഇതാണ് ഈ പല ട്രോളുകളും പല മീമുകളും പലതരത്തിലുള്ള ഈ സംഭവങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്, യൂട്യൂബ് കാണുന്നവരാണെന്ന് അറിയാം. അതെല്ലാം റിലേറ്റഡ് ടു ഏതാണ്ട് ഇപ്പോൾ വരുന്ന കണ്ടന്റുകളിൽ ഒരു 60% കണ്ടന്റ് റിലേറ്റഡ് ടു ഗബ്രി ആൻഡ് ജാസ്മിൻ തന്നെയാണ്. ഇവരതിനെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെയാണോ പുറത്തു പോയെന്നുള്ള കാര്യം അന്ന് അന്തപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് പുറത്തുനിന്ന് കാണുന്ന ജാസ്മിന്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഗബ്രിയുടെ വീട്ടുകാരൊക്കെ ഇതൊന്ന് നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ അകത്ത് വിളിച്ച് പറഞ്ഞ് കളിമാറ്റിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് ചെയ്യുക. ഇല്ല എങ്കിൽ ഇവർ ചിലപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ഇവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്ക് ഒന്നിക്കാനുള്ള സാഹചര്യമൊക്കെ നിങ്ങൾ ഒരുക്കി കൊടുക്കുമെങ്കിൽ അതിന് ഞാനൊക്കെ വളരെയധികം സത്യം പറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ കേട്ടല്ലോ, ഇതാണ് മൂപ്പം പറഞ്ഞ കാര്യം. കാര്യം ഇപ്പൊ ഏഷ്യാനെറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇവരെ വെച്ച് എത്രത്തോളം കണ്ടന്റ് ഉണ്ടാക്കോ അതിന്റെ മാക്സിമം എടുക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇവർ അടുത്തിരിക്കുന്നത്, ഇവർ കൈ പിടിക്കുന്നത് കംപ്ലീറ്റ് സാധനം ഇവർ സൂം ചെയ്താണ് കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്താണ് ഈ ഒരു ഔട്ടാണ് വേണ്ടത്. ഏഷ്യാനെറ്റിന് ഇവരെ കൊണ്ട് കെട്ടിച്ചേ അടങ്ങത്തോള് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഷോ കാണുമ്പോൾ നമുക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്ന കാര്യം. ഇനി വേറൊരു കാര്യത്തിനകത്തോട്ട് മൂപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരുടെ ഫാമിലി ആയാലും ആരായാലും വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് റെഡി ടു ഫേസ് എന്നുള്ള രീതിയിൽ. അത് മൂപ്പം പറഞ്ഞൊരു കാര്യം പോയിന്റാണ്.
ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര വേഴ്സ് ആയിട്ടൊരു സിറ്റുവേഷൻ ആയിരിക്കും. കാര്യം ഈ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഈ നമുക്കറിയാം സീസൺ 2-ലും 3-ലും ഒക്കെ ഒരുപാട് ഫീമെയിൽ കണ്ടസ്റ്റൻസുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അതിന്റെ ഒരു ഡ്രാമ മാറാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ അത് ബെറ്റർ ഇത് സ്റ്റോപ്പ് ചെയ്യിക്കാൻ അങ്ങനെ ഒരു മാർഗം ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂസ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇത് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിനും ഗബ്രിയും കൂടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോയത് വെറുതെ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അതുകൊണ്ട് നശിപ്പിച്ചു എന്ന് തന്നെ ഞാൻ പറയണത്. ഇതിനകത്ത് അടുത്തൊരു പോയിന്റ് പറഞ്ഞത് വീട്ടുകാരുടെ കാര്യം പറയുന്നുണ്ട് മൂപ്പൻ. കറക്റ്റാണ്. ഇപ്പം ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിലെ സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം വീട്ടുകാർക്ക് ഇത് പേഴ്സണലി ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ നാട്ടുകാർ, ഓക്കെ വീട്ടുകാരുടെ കേസ് നമുക്ക് വിടാം. വീട്ടുകാർ മേ ബി മക്കളെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. അവർ എത്രത്തോളം അവരെന്ത് ചെയ്താലും അവരിങ്ങനെയുള്ള ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള രീതി പോവില്ലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മകളെ വിശ്വാസമായിരിക്കും എന്നുള്ളൊരു സാധനം എല്ലാവരുടെ പേരൻസിന്റെ ഉള്ളിൽ കാണും. പക്ഷേ ഇതിനകത്ത് ചുറ്റിനുള്ള നാട്ടുകാർ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ എന്തൊരു പോക്കൃത്തരമാണ് ഈ കാണിക്കുന്നത്, ഇവൾ ഈ ഒരു സ്വഭാവക്കാരിയാണോ, അല്ലെങ്കിൽ ഇവൻ ഈ ഒരു സ്വഭാവക്കാരിയാണോ, ഇവൻ പണ്ടേ ഇങ്ങനെയാണ്, ഇവൻ പെണ്ണുങ്ങളുടെ കൂടാണ്, അല്ലെങ്കിൽ ഇവൾ ആണുങ്ങളുടെ കൂടാണ് എന്ന് പറയുന്ന ഒരു സാധനം, കുടുംബശ്രീ കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നൊരു സംഭവമാണ്. അപ്പൊ ഇത് ഇനിയെങ്കിലും മാറ്റിയിട്ട് ഈ ഒരു പരിപാടി മാറ്റിയിട്ട് ഗെയിമിനകത്തോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അല്ലാതെ ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും തോറും എന്തു പറയണ്ടേ, ഇത് സ്വന്തമായിട്ട് ഉള്ള വില നശിപ്പിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയുന്നതാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് രാജേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രാജേട്ടൻ പറഞ്ഞൊന്ന് കേട്ടു നോക്കാം. അതായത് തൊട്ട് അടുത്തുള്ള കണ്ടസ്റ്റൻസിന് വരെ ഒരു മൈൻഡും ഇല്ലാതെ വൃത്തികെട്ട പരിപാടി എന്ന് വെച്ചാൽ ഇമാതിരി വൃത്തികേട് ഇത്രയും സീസണുകൾ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് അമ്മാതിരി ഒരു നാണവും മാനവും ഇല്ലാതെ ജാസ്മിൻ അഴിഞ്ഞാടുകയാണ് അതിനകത്തോട്. ഗബ്രി ഈ പെടക്കോഴയുടെ ബാക്കിലെ പോകുന്ന ആരാണ്, നമ്മുടെ ഈ പൂവൻകോഴിയെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ 2 ദിവസം മുമ്പ് വരെ ഇവൻ കുറച്ചൊന്ന് മാറി നിന്ന് ഈ ജാസ്മിനായിരുന്നു കുറച്ച് അങ്ങോട്ട് ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനല്ല, ജബ്രീത കറക്റ്റ് ഒരു കോഴി, നല്ല ഒരു അസൽ പൂവൻകോഴി ആയിട്ടുണ്ട്. ഇതിനകത്ത് രാജേട്ടൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഈ പറയുന്ന പോലെ എല്ലാവരും മുമ്പിൽ കണ്ടസ്റ്റൻസ് അടുത്തിരിക്കണം എന്ന് പറയുന്നൊരു ബോധമില്ല എന്നുള്ള രീതിയിൽ ഇന്നലെ ശരണ്യയുടെ മുമ്പിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ പ്രൈവറ്റ് സ്പേസിൽ ഞങ്ങൾ എന്തെങ്കിലും തൊടിയോ പിടിക്കുകയോ ഞങ്ങൾ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നതൊക്കെ ആക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. പ്രൈവറ്റ് സ്പേസിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ, അതായത് നിങ്ങളെയൊക്കെ മുന്നിൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾ തൊടാതിരിക്കുക, മാറിയിരിക്കുക, അതാണ് ശരിക്കും പറഞ്ഞ ഒരു ഫേക്ക് ആയിട്ടുള്ള സംഭവം. ആദ്യം മനസ്സിലാക്കുക, അതിനകത്ത് ഒരു പ്രൈവറ്റ് സ്പേസും കാര്യങ്ങളും ഇല്ല. കാര്യം നിങ്ങൾ എന്ത് ചെയ്താലും അത് ക്യാമറ വരുന്നത്. ബാത്റൂമിൽ മാത്രമേ ഉള്ളൂ, ബാത്റൂമിൽ ഡ്രസ്സിംഗ് റൂമിൽ മാത്രമേ ഉള്ളൂ ക്യാമറ ഇല്ലാത്തത്. നിങ്ങൾ എന്ത് ചെയ്താലും അത് പബ്ലിക്കിന്റെ മുന്നിലാണ് വരുന്നത്. ഈ സാധനം പുറത്ത് ഔട്ട് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ, ആൾക്കാരുടെ കൈ കിട്ടി കഴിഞ്ഞാൽ അത് വലിച്ചു കീറും. തീർച്ചയായിട്ടും അത് വലിച്ചു കീറുന്ന സംഭവം തന്നെയാണ്. ബാക്കിയോടെ കേട്ടു നോക്കാം. ഈ പറയുന്ന ഗബ്രിയുടെ കംപ്ലീറ്റ് കൺട്രോളും വിട്ടുപോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ന് ഈ പറയുന്ന ജാസ്മിൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോയപ്പോ അവിടെ വരെ അവൻ പോയി നിൽക്കുക. അവിടെ വരെ ആ കർട്ടൻ മാറ്റിയിട്ടിട്ട് അവള് ഡ്രസ്സ് മാറാൻ, അവൾ പറഞ്ഞു പോടാ എടാ നീ ഒന്ന് പോടാ. അവളെ കൊഞ്ചല് കേട്ട സത്യം പറഞ്ഞാൽ പിടിച്ചു വെച്ച് ഓന്ന് ഇളുത്തിട്ട് കൊടുക്കാൻ തോന്നുന്നു. അമ്മാതിരി കൊഞ്ചലാണ് ജാസ്മിൻ കിടന്ന് കൊഞ്ചല്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ നിങ്ങളുടെ അച്ഛനും അമ്മയും ഉമ്മയും വാപ്പയുണ്ടല്ലോ, അവരിരുന്ന് ഉരുകയായിരിക്കും. നിങ്ങളുടെ ഈ ചോര ചേഷ്ടകൾ കണ്ടിട്ട് ടി വി പോലും നോക്കാൻ സാധിക്കാതെ, വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാതെ, വെളിയിലിട്ടേക്ക് തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു ചെറിയ ഒരു നോളജ്, ഒരു ചെറിയ ഒരു വിവേകം, മനസ്സിലായോ, ഒരു വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി ചെയ്യില്ലായിരുന്നു. അമ്മാതിരി നാണം കെടുത്തുന്ന, സ്വന്തം രക്ഷാകർത്താക്കളെ നാണം കെടുത്തുന്ന പരമ ചെറ്റത്തരമാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ, ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് പേരൻസിനെ ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന നാട്ടുകാരായാലും അതായാലും ഒക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഇത് അതേപോലെ തന്നെ ഇതിനകത്ത് രാജേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗബ്രി എന്ന് പറയുന്ന പയ്യൻ ഇത് കണക്ക് ഇങ്ങനെ പുറകെ നടക്കുന്നു, ഈ ഡ്രസ്സിംഗ് റൂമിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആൾക്കാർ കാണുമ്പോൾ നെഗറ്റീവ് സെൻസിലാണ് വരുന്നത്. ഞാൻ ഇതിനകത്ത് കുറെ റീൽസ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. ആ റീൽസിനകത്ത് ജാസ്മിൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ 2-3 ദിവസത്തിന് മുന്നേ അവർക്ക് ഈ പറയുന്ന ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ത്രോട്ട് ഇൻഫെക്ഷന് ഭയങ്കര ചുമയും, ആ ചുമയ്ക്കുമ്പോഴത്തേക്ക് സർദിൽ പോലെ വരുന്ന ഒരു സീൻ കാണുന്നുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു സാധനം കട്ട് ചെയ്ത് പുറത്ത് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഇവള് 2 ദിവസം ആയതേ ഉള്ളല്ലോ, അതിന് മുമ്പിട്ടില്ല, പ്രഗ്നന്റ് ആയ എന്നുള്ള രീതിയിലാണ് ആൾക്കാരെല്ലാവരും പറഞ്ഞിട്ട് കളിയാക്കി കമന്റ്സ് ഇടുന്നത്. അത് അങ്ങനെ കുറെ വിവരം കെട്ട കുറെ നാറികൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിനൊക്കെ നമുക്ക് എന്താണ് ശരിക്കും പറയാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായി കഴിഞ്ഞാലും ഇതിനകത്ത് ഇവർ പറഞ്ഞൊരു കാര്യത്തിനകത്തോട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിൽ യോജിക്കുന്നുണ്ട്. ഇനി അവർ തന്നെ അവരുടെ ഗെയിം മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലത്. ഇനി
കയസ് വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കയസിന്റെ വീഡിയോക്കകത്ത് കയസ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരുടെ ഈ പ്രണയത്തെ പറ്റിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ട് കയസിന്റെ ആയിട്ടുള്ള കുറെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെ സെയിം. അപ്പൊ കയസ് അതിനുശേഷം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. നമ്മളൊരു പരിപാടിക്ക് പോയി പുള്ളിക്കാരനെ കണ്ട് ക്രഷ് തോന്നിയെന്ന് മറ്റൊരു ഫ്രണ്ടിനോട് പറഞ്ഞു കേട്ടപ്പോ എന്തൊക്കെയായിരുന്നു ഇവിടെ പുകിരി അല്ലേ? ജാസ്മിൻ ഫാൻസാർ എന്നെ ഏറി കയറ്റാനുള്ള തത്രപ്പാടിയിലായിരുന്നു. എന്തിനൊരു പെണ്ണിനോട് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞേനെ. ഇവിടെ ഒരുത്തിനും മറ്റൊരു ബെഡ്റൂമിൽ കയറ്റി എന്നാ പറഞ്ഞത്. അതിനൊന്നും ഇല്ല ഇവിടെ ആർക്കും ഒന്നും പറയാല്ലേ. എന്റെ അഭിപ്രായത്തിൽ ജാസ്മിൻ ഫാൻസോട് പറയാനുള്ളത് റിച്ച് ബിഗ് ബോസ് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതൊരു കോൺട്രവേഴ്സി ആക്കി മാറ്റണം എന്നുള്ളതാണ്. പുള്ളിക്കാരൻ ഏറി കയറ്റണം നമുക്ക്. ഞാൻ എന്റെ പഴയ കാലം ആലോചിച്ചു പോയതാ. അന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരും കാണാണ്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. താൻ ചെയ്തതിന്റെ കർമ്മഫലം താൻ തന്നെ അനുഭവിക്കുക തന്നെ വേണം. ഇപ്പൊ അത് പലർക്കും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം ഹാപ്പി നോ. പുള്ളിക്കാരൻ ലിറ്ററലി ഹാപ്പിയാണ്. കാര്യം തീർച്ചയായിട്ടും കാണും. കാര്യം ആ ഒരു വിഷയത്തിൽ ജാസ്മിനുമായിട്ടുള്ള സീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ഒരു വിഷയത്തിൽ കയസിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടാണ് പറഞ്ഞത്. കാര്യം തീർച്ചയായിട്ടും കാര്യം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അത് കർമ്മയാകും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ചാൻസ് ആകും. കാര്യം ഇതുപോലൊരു അവസരം ഇനി ലൈഫിൽ വീണ് കിട്ടത്തുമില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് തന്നെ എക്സ്പെക്ട് ചെയ്യാം. വലിച്ചു കയറി തന്നെ ചെയ്യും. അത് ഇനിയിപ്പോൾ മുന്നോട്ട് ഇനിയിപ്പോൾ അത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. പിന്നെ ഇതിനകത്ത് ഋഷിയുടെ കേസ് പറഞ്ഞതിനകത്ത് ഋഷി ശരിക്കും കാണിച്ച ആറ്റിറ്റ്യൂഡിനകത്തോട്ട് ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഭയങ്കരമായിട്ട് ഒരാളെ ചാടി ചെല്ലുന്നു, അടിക്കാൻ ചെല്ലുന്നു, എടുക്കാൻ ചെല്ലുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോ ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പം കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നും പറഞ്ഞ് എല്ലാവരും ഫ്രണ്ട്സ് ആവണമെന്നില്ല. കൂടെ ഉള്ളവരായിരിക്കും നമ്മൾ നോമിനേറ്റ് ചെയ്യണത്. അതൊരിക്കലും അത് പറഞ്ഞിട്ട് നമ്മൾ പൊട്ടിക്കരേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ പോണത് ആ ഒരു റിയാലിറ്റി ഗെയിം കളിക്കാനാണ് പോണത്. അവിടെ ഇരുന്നില്ല കൊച്ചു പിള്ളേരെ പോലെ ഇരുന്ന് കരയുന്നതല്ല ശരി. കാര്യം ഋഷി ശരിയാണ്, ഒരു പാവം എന്താണ് അവൻ്റെ ഉള്ളിലൊന്നുമില്ല. അവൻ ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ആ ഒരു ഷോ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് എല്ലാം വരണം. അത് കള്ളത്തരങ്ങളും എല്ലാം കാണിക്കണം. കാര്യം ലക്ഷ്യത്തിലോട്ട് നിങ്ങൾക്ക് എത്തണമെങ്കിലും അല്ലെങ്കിൽ നേരായ മാർഗത്തിനകത്ത് ലക്ഷ്യത്തിനകത്തോട്ട് എത്താനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇതിനകത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും കുറെ ആൾക്കാർ ഭയങ്കര ഫേക്ക് ആയിട്ട് നിന്നിട്ടൊക്കെയാണ് ഭയങ്കര രീതിയിൽ ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ ഒക്കെ ആയിട്ടുള്ളതും എടുത്തതൊക്കെ. സോ അതുകൊണ്ട് ഋഷി ആ നോമിനേറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കരയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് ബേസിക്കലി എനിക്ക് തോന്നിയൊരു കാര്യം. സോ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ജബ്രിയുടെ വിഷയത്തിൽ എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. എൻ്റെ ഫ്രണ്ടാണെന്നുള്ള രീതിയിലും പറഞ്ഞിട്ട് ഞാൻ വെളുപ്പിക്കാനോ എടുക്കാനൊന്നുമില്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ പറയും. എനിക്ക് ബേസിക്കലി ഈ കണ്ടിന്യൂ ചെയ്യുന്ന ഗെയിമിനകത്തോട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇതിനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് അവരുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കും. തീർച്ചയായിട്ടും ഇത് ബാധിക്കും എന്ന് പറഞ്ഞാൽ ബാധിക്കും. കാര്യം അത് മാത്രമല്ല അമ്മാരി സൈബർ ബുള്ളിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇത് വീണ്ടും ഇത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗെയിമും പോയി എല്ലാം പോയി. അവർ വേറൊരു രീതിയിലോട്ട് ആയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ ഗെയിം ഫുള്ള് ഡൗൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം അവരുടെ കോംബോ ഇഷ്ടപ്പെടാത്തവരുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിന് 10,000 ലൈക്കൊക്കെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.